അത് യു ഡി എഫിൻ്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ജി സുധാകരൻ വരുമ്പോൾ കെ സുധാകരൻ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ സംശയത്തിലുള്ളത്. കാരണം കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയവും യു ഡി എഫിനകത്തെ സ്ഥാനാർത്ഥി നിർണയവും വലിയ തർക്കത്തിലായിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പലരും, പ്രത്യേകിച്ച് എം പിമാരായിട്ടുള്ള പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ഇതുവരെ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അന്ന് വരെ പ്രശ്നം നീണ്ടുപോകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ജി സുധാകരനെ സ്വീകരിക്കാൻ കോൺഗ്രസ് കാണിച്ച താല്പര്യം കോൺഗ്രസിൻ്റെ പ്രബലരായിട്ടുള്ള മറ്റു പല സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ആരെ പിന്തുണച്ചാലും ആരുടെ സഹായം തേടിയാലും ഞങ്ങൾക്കതിൽ പ്രതികരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷേ കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ ഭരണം പിടിക്കും, 100 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ആശയക്കുഴപ്പമാണ് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. മഞ്ചേശ്വരം മാത്രമല്ല, ഞങ്ങൾ ഇത്തവണ കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനങ്ങൾ കൈവിടും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള നിലയാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ പിന്നെ എൽ ഡി എഫുകാർ നിൽക്കുന്നത് തന്നെ യു ഡി എഫിന് വേണ്ടിയാണല്ലോ. അത് അവർ തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ്. കഴിഞ്ഞ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് പേരിന് വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത്. അവസാന നിമിഷം അവരുടെ അണികളെ കൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്ത് ലീഗിനെ ജയിപ്പിക്കുന്ന ഒരു പണിയാണ് അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് സി പി എമ്മിനകത്ത് തന്നെ എൽ ഡി എഫിനകത്ത് തന്നെ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് താനും. അല്ല, അങ്ങനെയല്ല. ജനകീയ മുന്നണി ഉണ്ടാവുന്നതിൻ്റെ കാരണം വികസനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ജനങ്ങളുടെ വികാരമാണ്. അതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയും എൻ ഡി എയും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. 10 വർഷം മുമ്പ് ഞങ്ങളെ തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നല്ല വികസനം നമ്മുടെ നാട്ടിൽ വരുമായിരുന്നു. അത് തടസ്സപ്പെടുത്തിയവരാണ് എൽ ഡി എഫും യു ഡി എഫും. ഞങ്ങളത് അന്നു മുതലേ പറയുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങളും ബി ജെ പിക്കാരല്ലാത്തവരും ലീഗുകാരിൽ പെട്ട ആളുകളും സി പി എമ്മിൽപ്പെട്ട ആളുകളുമൊക്കെ അതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന നിലപാടുകളുടെ പ്രസക്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. അതിപ്പോൾ ആദ്യത്തെ കാര്യമല്ലല്ലോ. 2016-ലും അവരത് ചെയ്തു, 2021-ലും അവർ ചെയ്തു. പക്ഷേ എല്ലാ പ്രാവശ്യവും ചക്ക വീണിട്ട് മുയൽ ചാവും എന്ന് പ്രതീക്ഷിക്കുന്നത് അവിവേകമായിരിക്കും എന്നാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു. യു ഡി എഫിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത് പോലും ബി ജെ പിയുടെ കാര്യത്തിലും മറിച്ചല്ല. ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. വീണ്ടും അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് 20 സ്ഥാനാർത്ഥികളെയും ആദ്യം പ്രഖ്യാപിച്ചവരാണ്. അവർ തോറ്റ് തുന്നം പാടുന്നതാണ് നമ്മൾ കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവരാദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളെ 2 ദിവസം മുമ്പ് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മേൽക്കൈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രഹസ്യമായിട്ടല്ലല്ലോ, പരസ്യമായിട്ടല്ലേ. കോൺഗ്രസിൻ്റെ പല നേതാക്കളും സി പി എമ്മിൻ്റെ പല നേതാക്കളും SDPI ഇപ്പോൾ ഇഫ്താർ വിരുന്നിൻ്റെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ഉള്ള വേദികളിൽ അവർ പരസ്യമായി പങ്കെടുക്കുകയാണ്. അവർക്ക് അതിന് യാതൊരു മടിയുമില്ല. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുതന്നെയാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും. തെരഞ്ഞെടുപ്പ് വരും പോവും, പക്ഷേ നാടിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ശക്തികളുമായി ചേർന്ന് അവർ പരസ്യമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.